ചടുല താളവും ശബ്ദവിന്യാസവുമാണ് കലോത്സവങ്ങളെ ഇപ്പോൾ വർണ്ണവിസ്മയമാക്കുന്നത്. എന്നാൽ ഇനങ്ങൾ ഏറെയുള്ള കലാമാമാങ്കം വർണ്ണക്കാഴ്ചകളിൽ മാത്രം അകപ്പെടുമ്പോൾ ആരൊക്കെയോ ഇവിടെ അവഗണിക്കപ്പെടുകയാണ്. പുത്തരിക്കണ്ടം മൈതാനിയിലെ സ്റ്റുഡിയോയിൽ അതിഥി സംസാരത്തിനിടെയാണ് ഒരു പെൺകുട്ടി കയറി വരുന്നത്. എന്തോ അവൾ ചോദിച്ചു. പിന്നെ ഉയർന്നത് ഒരു കൂട്ട ശബ്ദമാണ്. കാർട്ടൂൺ വരയ്ക്കാൻ അനുമതി തേടി വന്ന ആ കൊച്ചുകുട്ടി തിരിച്ചുപോയത് എന്തോ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അവളെ തിരഞ്ഞിറങ്ങി. കാഴ്ചക്കാർക്കിടയിൽ നിന്ന് അവളെ കണ്ടെത്തി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു. അവൾ പറയുകയാണ്, ഓഫ് സ്റ്റേജ് ഐറ്റംസിന് അധികം പ്രാധാന്യം ലഭിക്കാറില്ല. എവിടെയായാലും കലോത്സവ നഗരിയിൽ തന്നെ മുഴുവൻ എല്ലാവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഐറ്റംസിനാണ്, സ്റ്റേജ് ഐറ്റംസിനാണ് ഇമ്പോർട്ടൻറ്റ്. പാലക്കാട് നിന്നെത്തിയ ആര്യ കേസ് കാർട്ടൂൺ മത്സരം കഴിഞ്ഞ് ഒന്നാം വേദിയിലേക്ക് ഓടിയെത്തി. നിറയെ ചാനൽ സ്റ്റുഡിയോകൾ, വർണ്ണക്കാഴ്ചകൾ. എല്ലായിടത്തും പരതി നടക്കുമ്പോഴും മനസ്സിൽ ഒരാഗ്രഹം, തൻ്റെ കഴിവും ചാനലുകൾക്ക് മുന്നിൽ ഒന്ന് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞാൽ. പക്ഷേ കാർട്ടൂണിന് മാർക്കറ്റില്ല, എല്ലാവർക്കും കളർഫുൾ മതി. കാർട്ടൂണോ? ഇത്രയും നല്ല കളർഫുൾ പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കാർട്ടൂൺ ആർക്കും വേണം? ഒടുവിൽ തേടി നടന്ന് സ്റ്റുഡിയോയിലേക്ക് കൈപിടിച്ച ആ കൊച്ചുമിടുക്കി കലോത്സവ നഗരിയെ വരച്ചു. ഈ എന്നെയും ക്യാൻവാസിലാക്കി. നിറഞ്ഞ സന്തോഷത്തോടെ അവൾ നടന്നു. ഇങ്ങനെ ഒന്നും പറയാതെ, ആരും അറിയാതെ മത്സരിച്ചു പോകുന്നവർ എത്രയെന്ന് ചോദിച്ചാൽ, കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ സി വിനോദിനൊപ്പം കെ ശശീന്ദ്രൻ, ടീം റിപ്പോർട്ടർ.